ലോകം മുഴുവൻ സ്നേഹത്തിന്റെ ഭാഷ പഠിപ്പിച്ച ഒരു ഹൃദയം, ലാളിത്യത്തിൽ മഹത്വം കണ്ടെത്തിയ ഒരു ജീവിതം, അതാണ് പോപ്പ് ഫ്രാൻസിസ്. അധികാരത്തിന്റെ ഉയരത്തിൽ നിന്നല്ല, പാപങ്ങളുടെ മധ്യത്തിൽ നിന്നാണ് അദ്ദേഹം സംസാരിച്ചത്. വെറും വാക്കുകളിലൂടെ മാത്രമല്ല, സ്വന്തം ജീവിതം കൊണ്ടാണ് അദ്ദേഹം സ്നേഹം പഠിപ്പിച്ചത്. വേദനിക്കുന്നവരുടെ കണ്ണീർ കാണാൻ മടിക്കാത്ത ഒരു പിതാവ്, ഒറ്റപ്പെട്ടവരെ ചേർത്ത് നിൽക്കുന്ന ഒരു ആത്മാവ്, ക്ഷമയുടെയും കരുണയുടെയും സജീവ ആൾരൂപം. അദ്ദേഹം നമ്മളോട് സംസാരിച്ച വാക്കുകൾ ഇന്നും നമ്മളുടെ ഹൃദയങ്ങളിൽ ഒരു വിളക്കായി തെളിയുന്നു. അദ്ദേഹം പറഞ്ഞത് അതാണ്: ലോകം ഇല്ലാതായാലും മനുഷ്യന്റെ ഉള്ളിലെ നന്മ ഒരിക്കലും മരിക്കില്ലെന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യഥാർത്ഥ പേര് ഹോർഹെ ബെർഗോളിയ എന്നാണ്. ഞാൻ ഈ വീഡിയോയിലുടനീളം ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. കൗമാര കാലഘട്ടത്തിൽ വിവാഹ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന നാളിൽ ഒരു പിക്നിക്കിനായി പോവുകയും അതോടൊപ്പം താൻ ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടിയോട് വിവാഹത്തെക്കുറിച്ച് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിക്നിക്കിന്റെ ഉദ്ദേശം. എന്നാൽ തക്ക സമയത്ത് കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വന്ന് ഒരു കുമ്പസാരക്കൂട്ടിൽ ഇരുന്നത് പോലെ ഒരുക്കങ്ങൾക്കിടയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പെട്ടെന്ന് ദേവാലയത്തിലേക്ക് പോവുകയും അവിടെ ചെല്ലുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വൈദികനെ കാണുകയും വൈദികനെ കണ്ടയുടനെ ഒരു ആത്മീയ അനുഭൂതി തന്നിലേക്ക് ഒഴുകി വരികയും കുമ്പസാരിക്കുവാൻ ആഗ്രഹം തോന്നുകയും ഉടനെ കുമ്പസാരിച്ചപ്പോൾ ആ കുമ്പസാരത്തിലൂടെ എന്തൊക്കെയോ ഒരു ആത്മീയ അനുഭൂതി തന്നിലേക്ക് ഒഴുകി ഇറങ്ങി തന്നെ പുതിയ ഒരു സൃഷ്ടിയാക്കി, പുതിയൊരു വ്യക്തിയാക്കി മാറ്റപ്പെടുന്നതായും ഫ്രാൻസിസ് മാർപ്പാപ്പ തിരിച്ചറിഞ്ഞു. ആ കുമ്പസാരത്തിലൂടെ ഒരു പുരോഹിതൻ, ഒരു മാർപ്പാപ്പ, ഒരു കർദിനാൾ, വിശുദ്ധനായ ഒരു വൈദികനെ സഭയ്ക്ക് നൽകുകയുണ്ടായി. കുമ്പസാരത്തെ അധികമായും പരിഗണിക്കാത്ത ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുമ്പസാരത്തിലൂടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉരുവായത്, അല്ലെങ്കിൽ രൂപപ്പെട്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിൽ ദൈവം നേരിട്ട് തന്നെ ചെന്ന് തൻ്റെ പുരോഹിതനായിരിക്കുവാൻ, പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ, സഭയെ നയിക്കുവാനായി തിരഞ്ഞെടുത്തതുപോലെയായിരുന്നു ആ ഒരു കുമ്പസാരം. താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വൈദികനെ കാണുകയും കുമ്പസാരിക്കുകയും കുമ്പസാരത്തിന് ശേഷം ജീവിതം അപ്പാടെ മാറിമറിയുകയും ചെയ്തു. 2013 മുതൽ 2025 വരെ കത്തോലിക്ക തിരുസഭയുടെ അമരത്തിരുന്നുകൊണ്ട് സഭയെ അതിമനോഹരമായി നയിച്ച ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. 2025 ഫെബ്രുവരി മാസത്തിലാണ് മാർപ്പാപ്പയ്ക്ക് രോഗാവസ്ഥകൾ മൂലം ആശുപത്രിയിലും അഡ്മിറ്റ് ആകുന്നത്. ഏകദേശം 2 മാസങ്ങൾക്ക് ശേഷം ഈസ്റ്ററിൻ്റെ ഒരാഴ്ച മുൻപ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരികയും അവസാനമായി തൻ്റെ അജഗണത്തെ ഇടറുന്ന ശബ്ദത്തോടെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ആശീർവദിച്ചു. ഈസ്റ്റർ അന്നത്തെ തിരുകർമ്മങ്ങളിൽ. അതിനുശേഷം മാർപ്പാപ്പയ്ക്കായി വളരെയധികം മുട്ടുകുത്തി ക്ഷമാലകൾ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവജനം ആശ്വസിച്ചു. മാർപ്പാപ്പയ്ക്ക് അല്പം കുറവായിരിക്കുന്നു, കുഴപ്പമില്ല എന്ന്. എന്നാൽ എല്ലാവരും ശാന്തമായിരിക്കുന്ന സമയത്ത് അവസാനത്തെ ആശീർവാദം കഴിഞ്ഞതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് ഈശോയോടൊപ്പം മാർപ്പാപ്പ സ്വർഗത്തിലേക്ക് പറന്നുപോയി, സ്വർഗീയ ആനന്ദത്തിലേക്ക് കടന്നു ചെന്നു. നമ്മളെ എല്ലാവരെയും മാർപ്പാപ്പയുടെ ജീവിതം വളരെയധികം സ്പർശിച്ചിട്ടുണ്ട്. ലോക ജനതകൾ മുഴുവൻ ഒന്നടങ്കം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. വാത്സല്യം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ, നിഷ്കളങ്കം നിറഞ്ഞ സ്നേഹവും വാത്സല്യവും ചിരിയും സംസാരവും ഇടപെടലുകളും ലോക ജനതയെ തന്നെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ച ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവചരിത്രം എല്ലാവരും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമേ. 1935 മാരിയോയുടെ വിവാഹം. ഇറ്റാലിയൻ കുടിയേറ്റക്കാരുടെ പതിവനുസരിച്ച് മറ്റൊരു ഇറ്റാലിയൻ കുടുംബത്തിൽ നിന്ന് റെജീനയെ മാരിയോ വിവാഹം ചെയ്തു. മാരിയോ റെജീന ദമ്പതികളുടെ മൂത്ത പുത്രനായിരുന്നു ഹോർഹെ ബെർഗോളിയ.
അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ. അതിനുശേഷം 11 മാസം കഴിഞ്ഞപ്പോൾ അൽബർത്ത, പിന്നെ ഓസ്കാർ, മാർത്ത, അവസാനം എലേന. അങ്ങനെ 5 മക്കൾ. എലേന പറയുന്നു, വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഞങ്ങളുടെ സമീപത്ത് തന്നെയായിരുന്നു താമസം. അതിനാൽ എന്നും രാവിലെ അവർ 2 പേരും ഞങ്ങളുടെ വീട്ടിൽ വരും, കുട്ടികളെയെല്ലാം കൂട്ടിക്കൊണ്ടു പോവാൻ. പിന്നെ അവിടെയാണ് ഞങ്ങളുടെ കളിയും കുളിയും ഭക്ഷണവും. വൈകുന്നേരമാകുമ്പോഴേ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ബാല്യം. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും ഈശോയെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതും വല്യമ്മച്ചി ആയിരുന്നു. ഒരു ദുഃഖവെള്ളിയാഴ്ച ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു തുടങ്ങി. അന്ന് മെഴുകുതിരി വിളക്കുകളുമായി പ്രദക്ഷിണം ഉണ്ടായിരുന്നു. അതിൻ്റെ അവസാനം ഞങ്ങൾ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിലെത്തി. ഞങ്ങൾ കുട്ടികളെല്ലാവരെയും വല്യമ്മച്ചി ക്രൂശിത രൂപത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈശോ നമുക്ക് വേണ്ടിയാ മരിച്ചത്. പക്ഷേ പേടിക്കേണ്ട, നാളെ കഴിഞ്ഞ് അവൻ ഉയർത്തെഴുന്നേൽക്കും. എന്നിട്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, വല്യമ്മച്ചിയിൽ നിന്നാണ് ഞങ്ങൾക്ക് വിശ്വാസം പകർന്നു കിട്ടിയത്. 5ാമത്തെ പ്രസവത്തിന് ശേഷം പെട്ടെന്ന് അമ്മയ്ക്ക് തളർവാദം പിടിച്ചു. അമ്മ തളർന്ന് കിടപ്പിലായി. എന്നാൽ കുറേ കാലത്തിന് ശേഷം അമ്മ അതിനെ അതിജീവിക്കുകയും ചെയ്തു. അക്കാലത്ത് സ്കൂൾ വിട്ട് ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ അമ്മ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞ് പാചകത്തിനുള്ള മറ്റ് ചേരുവകളും അമ്മ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടാകും. പിന്നെ പാചകം ചെയ്യേണ്ടത് ഞങ്ങളുടെ ജോലിയാണ്. അമ്മ അവിടെ ഇരുന്ന് നിർദ്ദേശങ്ങൾ തരും. ഞങ്ങൾ അത് കൃത്യമായി അനുസരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ പാചകം പഠിച്ചത്. എല്ലാത്തിനു മുൻപിൽ മൂത്ത പുത്രൻ ഫ്രാൻസിസ് പാപ്പയായിരുന്നു. ബുവനോസ് ഐറസിലെ കർദിനാളായിട്ടും ഫ്രാൻസിസ് പാപ്പ തന്നെത്താൻ പാചകം ചെയ്തതിൻ്റെ രഹസ്യം പെങ്ങൾ എലേന പുറത്തുവിട്ടു. വൈദികനായതിനു ശേഷം സ്വിറ്റ് കോളേജിലായിരിക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഞായറാഴ്ച അവധിയായിരുന്നു. അന്ന് ഫ്രാൻസിസ് പാപ്പ അടുക്കളയിൽ കയറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പാചകം ചെയ്യാൻ എല്ലാം സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന പതിവായിരുന്നു അമ്മ റെജീനയ്ക്ക്. ഒന്നും നഷ്ടപ്പെടുത്താതെ പറ്റാവുന്ന രീതിയിൽ വീണ്ടും ഉപയോഗിക്കും. പപ്പയുടെ പഴയ ഡ്രസ്സുകൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് പറ്റിയ പുതിയ ഡ്രസ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അമ്മ മിടുക്കിയായിരുന്നു. അങ്ങനെ പപ്പയുടെ ഷർട്ടും പാൻസുമൊക്കെ പുത്തൻ കുട്ടിയുടുപ്പുകളായി പുനർജനിക്കും. ഫ്രാൻസിസ് പാപ്പയുടെ മിതവ്യയവും ദാരിദ്ര്യരൂപിയും രൂപം കൊണ്ട വഴി ഇതായിരിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അമ്മ ഇതേ പരീക്ഷണം നടത്തുമായിരുന്നു. എന്നാൽ ഒരേ ഭക്ഷണം 2 നേരം അമ്മ ഒരിക്കലും വിളമ്പില്ലായിരുന്നു. അത് പപ്പയ്ക്ക് ഇഷ്ടമല്ലാത്തതിനാൽ പുതിയ രൂപത്തിൽ പുതിയ വിഭവമായി മേശപ്പുറത്തെത്തും. ഫ്രാൻസിസ് പാപ്പയ്ക്ക് 13 വയസ്സുള്ള കാലം പ്രൈമറി വിദ്യാഭ്യാസം കഴിഞ്ഞു. പപ്പ പറഞ്ഞു, ഇനി പഠനത്തോടൊപ്പം ചെറിയ ജോലിയും കൂടി കണ്ടെത്തണം. അവധിക്കാലത്ത് പപ്പ തന്നെ ചെറിയൊരു ജോലി മകന് കണ്ടെത്തിക്കൊടുത്തു. 13 വയസ്സുള്ളപ്പോൾ ഫ്രാൻസിസ് പാപ്പയ്ക്ക് അതിൻ്റെ ആവശ്യം പിടികിട്ടിയില്ല. കാരണം വീട്ടിൽ അത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലായിരുന്നു. എന്നാലും പപ്പയുടെ നിർദ്ദേശത്തിന് ഫ്രാൻസിസ് പാപ്പ എതിരു പറഞ്ഞില്ല. ഫ്രാൻസിസ് പാപ്പ കാലുറ നിർമ്മാണ ഫാക്ടറിയിൽ ജോലി ചെയ്തു തുടങ്ങി. ആദ്യത്തെ 2 വർഷം ഫാക്ടറിയിലെ തൂപ്പ് പണിയായിരുന്നു ജോലി. 3-ാം വർഷം ഓഫീസ് ജോലിയിലേക്ക് മാറ്റം കിട്ടി. പിന്നീട് ലാബിലായിരുന്നു ജോലി. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ, പിന്നെ ഉച്ചഭക്ഷണം. അതിനുശേഷം രാത്രി 8 മണി വരെ ക്ലാസ് പഠനം. തൻ്റെ 13-ാം വയസ്സിൽ പപ്പയെടുത്ത തീരുമാനത്തെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, പപ്പയോട് എനിക്ക് നന്ദിയുണ്ട്. എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും അഭികാമ്യമായ കാര്യങ്ങളിൽ ഒന്ന് ചെറുപ്പത്തിലെ ജോലി ചെയ്യാൻ കിട്ടിയ അവസരമായിരുന്നു. മനുഷ്യരിലെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞത് അവിടെ വെച്ചാണ്. എലേന തുടർന്നു. 1959 ഞങ്ങളുടെ കുടുംബം അനാഥമാക്കിക്കൊണ്ട് പപ്പ മരിച്ചത്. ഹൃദയ ആഘാതമായിരുന്നു. അന്ന് ഫ്രാൻസിസ് പാപ്പയ്ക്ക് 22 വയസ്സ്. അതോടെ കുടുംബത്തിൻ്റെ മൂത്ത മകനെന്ന നിലയിൽ ഫ്രാൻസിസ് പാപ്പയ്ക്ക് പല കാര്യത്തിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നു. പപ്പ മരിക്കുന്നത് വരെ സന്തോഷമുള്ള കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ഞായറാഴ്ചകൾ ഞങ്ങൾക്ക് ആഘോഷമായിരുന്നു. ഒരുമിച്ച് പള്ളിയിൽ പോകും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും.
അമ്മയുടെ പാചകം ഒന്നാന്തരമായിരുന്നു. എന്നാൽ അമ്മയെ പാചകം പഠിപ്പിച്ചത് റോസ വല്യമ്മച്ചിയായിരുന്നു. വല്യമ്മച്ചി ഞങ്ങൾക്ക് എന്നും ഒരു മാതൃകയായിരുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ അയൽവാസിയും കളിക്കൂട്ടിയുമായിരുന്നു അമാലിയ. കൗമാരക്കാരുടെ ഇടയിലെ പ്രേമം ഇവരുടെ ഹൃദയങ്ങളെ ആകർഷിച്ചിരുന്നു. തീർത്തും നിഷ്കളങ്കമായ സ്നേഹം മാത്രം. വൈദികനാകാനുള്ള ആഗ്രഹം ചെറുപ്പത്തിലെ തന്നെ ഫ്രാൻസിസ് പാപ്പയുടെ ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നു. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമാണ്. പത്രോസിനെ വഞ്ചിയിൽ നിന്ന്, ലേവിയെ ചുങ്കസ്ഥലത്ത് നിന്ന്, നഥായലിനെ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന്. അന്ന് സെപ്റ്റംബർ 21 ആയിരുന്നു. 1953 അർജന്റീനയിലെ ഒഴിവു ദിവസം. ഫ്രാൻസിസ് പാപ്പയും കൂട്ടുകാരും അന്ന് വിദ്യാർത്ഥി ദിനം ആഘോഷിക്കാൻ പദ്ധതി ഇട്ടിരുന്നു. ഒരു പിക്നിക്കായിരുന്നു അവരുടെ പ്ലാൻ. കാത്തലിക് ആക്ഷൻ ഗ്രൂപ്പിൽപ്പെട്ട ആയിരുന്നു കൂട്ടുകാരെല്ലാവരും. പിക്നിക്കിനുള്ള അടുത്ത ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കെ തികച്ചും ആകസ്മികമായൊരു കാര്യം നടന്നു. ആരോടും പറയാതെ ഫ്രാൻസിസ് പാപ്പ ഇടവക പള്ളിയിലേക്ക് കയറിപ്പോയി. അപ്പോൾ പള്ളിയിൽ പോവേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു. ആരോ തള്ളിവിട്ടതുപോലെ പള്ളിയിലോട്ട് ഓടി കയറി ചെന്നു. അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വൈദികനെ ഫ്രാൻസിസ് പാപ്പ ആ പള്ളിക്കുള്ളിൽ കണ്ടു. ആ വൈദികൻ ആ പള്ളിയിലെ വികാരി ആയിരുന്നില്ല. ഫ്രാൻസിസ് പാപ്പ ആ വൈദികനെ ആദ്യമായാണ് കാണുന്നത്. ആഴത്തിലുള്ളൊരു ആത്മീയ അനുഭൂതി ആ വൈദികനിൽ നിന്നും ഒഴുകി ഇറങ്ങുന്നതായും തന്നെ വന്ന് മൂടുന്നതായും ഫ്രാൻസിസ് പാപ്പയ്ക്ക് അനുഭവപ്പെട്ടു. ഫ്രാൻസിസ് പാപ്പയ്ക്ക് ആ വൈദികന്റെ അടുക്കൽ കുമ്പസാരിക്കണമെന്ന് ഉൾപ്രേരണ തോന്നി. ഫ്രാൻസിസ് പാപ്പ മുട്ടുകുത്തി കുമ്പസാരിച്ചു. ഏതോ പ്രത്യേക കാര്യത്തിനായി തന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു, വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഉത്ബോധ്യമുണ്ടായി. ഫ്രാൻസിസ് പാപ്പ തൻ്റെ ആന്തരിക ദൈവവിളി കണ്ടെത്തുകയായിരുന്നു. ആരോ ഒരാൾ എനിക്കായി കാത്തിരിക്കുന്നു എന്ന് ഫ്രാൻസിസ് പാപ്പയ്ക്ക് തോന്നി. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, ഞാൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വൈദികനെയാണ് പള്ളിയിൽ കണ്ടുമുട്ടിയത്. പെട്ടെന്ന് തന്നെ എനിക്ക് കുമ്പസാരിക്കണമെന്ന് ആഗ്രഹം തോന്നി. കുമ്പസാര ശേഷമോ എനിക്ക് ആകമാനമായൊരു മാറ്റം സംഭവിച്ചതുപോലെ, ഞാനാകെ മാറിയതുപോലെ ഒരു വൈദികനാകണമെന്ന ചിന്ത എൻ്റെ ഉള്ളിൽ ഉറപ്പിക്കുകയായിരുന്നു. ഒന്ന് നിർത്തിയിട്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, സ്പാനിഷ് ഭാഷയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, എപ്പോഴും തമ്പുരാനാണ് ആദ്യം കാത്തിരിക്കുന്നതെന്ന്. അത് ശരിയാണ് താനും. പൂക്കാലത്തെ ആദ്യ പുഷ്പം പോലെ അവിടുന്ന് എപ്പോഴും നമുക്ക് മുൻപേ ഉണ്ട്. നമ്മൾ അവനെ കണ്ടെത്തുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയുന്നു, അവൻ ഏറെ നാളായി നമ്മെ കാത്തിരിക്കുകയായിരുന്നു എന്ന്. കണ്ടുമുട്ടുമ്പോൾ അവൻ നമ്മെ സ്വാഗതം ചെയ്യുന്നു. അവൻ്റെ സ്നേഹം കൊണ്ട് അവൻ നമ്മെ മൂടുന്നു. അങ്ങനെയാണ് നമ്മിൽ വിശ്വാസം ജനിക്കുന്നത്. യേശുക്രിസ്തുവുമായുള്ള കണ്ടുമുട്ടലിൽ ഫ്രാൻസിസ് പാപ്പയെ കാത്തുനിന്ന കൂട്ടുകാർ മടുത്തു. പള്ളിയിൽ നിന്നിറങ്ങിയ പാപ്പ കൂട്ടുകാരെ കാണേണ്ട, പിക്നിക്കിനും പോവേണ്ട എന്ന് തീരുമാനിച്ച് വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. കാരണം പാപ്പയുടെ മനസ്സിൽ ഒരു വൈദികനാകണം എന്ന തീരുമാനം മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുമ്പസാര വേളയിൽ തികച്ചും അസാധാരണമായ എന്തൊക്കെയോ എന്നിൽ സംഭവിക്കുകയായിരുന്നു. പാപ്പ പറഞ്ഞു നിർത്തി. എന്നാൽ അത് എന്താണെന്ന് വിശദീകരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അത് എൻ്റെ ജീവിതത്തെയാകെ മാറ്റിമറിക്കുന്നത് പോലെ, എൻ്റെ ജീവിതത്തിൻ്റെ മേലുള്ള എൻ്റെ പിടി മുഴുവൻ വിട്ടുപോകുന്നത് പോലെ. കാത്തിരുന്ന ഒരു കാര്യം കണ്ടെത്തിയതിൻ്റെ വിസ്മയം കലർന്ന സന്തോഷത്തിലായിരുന്നു ഞാൻ. എന്നെ ഏറെ നാളെ കാത്തിരുന്ന ഒരുവനെ കണ്ടുമുട്ടിയതിൻ്റെ സന്തോഷം. ആ നിമിഷം മുതൽ ദൈവം എൻ്റെ മുൻപേ നീങ്ങുന്ന ഒരാളായി മാറി. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു നിർത്തി. പിക്നിക്കിൽ പങ്കെടുക്കാത്ത പാപ്പ പിന്മാറിയതിന് കാരണമുണ്ടായിരുന്നു. കാത്തലിക് ആക്ഷൻ ഗ്രൂപ്പിൽപ്പെട്ട ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്നു. അവളോട് വിവാഹ അഭ്യർത്ഥന നടത്തുകയായിരുന്നു അന്നത്തെ പിക്നിക്കിൽ ഫ്രാൻസിസ് പാപ്പയുടെ പ്രധാന ഉദ്ദേശ്യം. കാരണം അവളും ആ പിക്നിക്കിൽ ഉണ്ടായിരുന്നു. വിളിയുടെ വില എന്ന് പറയുന്നത് സ്വന്തം വിളിക്കായി ഒരുവൻ എന്തുപേക്ഷിക്കുന്നു എന്നതാണ്. നീ ഉപേക്ഷിക്കുന്നതിൻ്റെ വിലയാണ് നിന്റെ വിളിയുടെ വില. പത്രോസിന് പഴയതൊരു വലയും വഞ്ചിയുമായിരുന്നു. ദേവിക്കത് പണവും ചുങ്കപ്പെട്ടിയുമായിരുന്നു. ധനികനായ യുവാവിനത് തൻ്റെ സമ്പത്ത് മുഴുവനുമായിരുന്നു. വിലപ്പെട്ടത് ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഒരുവന് സങ്കടം തോന്നണമെന്നില്ല. അതിലും വലിയ സമ്പത്ത് കണ്ടെത്തിയിരിക്കണമെന്ന് മാത്രം. വലുത് കണ്ടെത്തുമ്പോഴാണ് ചെറുത് ഉപേക്ഷിക്കണമെന്ന് വയ്ക്കുന്നത്. വലിയ നിധി കണ്ടെത്തുന്നവനാണ് തനിക്കുള്ളതെല്ലാം വിറ്റ് നിധി കിടക്കുന്ന ഭൂമി സ്വന്തമാക്കുന്നത്. അപ്പോൾ നിധി കണ്ടെത്തുക, നിധിയെ സ്വന്തമാക്കുക,
തിരിച്ചറിയുക എന്നതാണ് ദൈവവിളിയുടെ മർമ്മം. നീതി കണ്ടെത്തിയ ഫ്രാൻസിസ് പാപ്പ 4 വർഷം കൂടി കഴിഞ്ഞാണ് സെമിനാരിയിൽ ചേർന്നത്. ദൈവം നൽകിയ നിധി ഹൃദയത്തിൽ സൂക്ഷിച്ച് അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരുന്നു. ഇക്കാലത്ത് വല്ലാത്തൊരു ഏകാന്തതയിലൂടെ കടന്നുപോവുകയായിരുന്നു. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടതുപോലെ, ആരും കൂടെ ഇല്ലാത്ത ഏകാനായിരിക്കുന്നത് പോലും. അതിനിടയിൽ പാപ്പയ്ക്ക് ഗുരുതരമായൊരു രോഗം പിടിപെട്ടു. ശ്വാസകോശത്തിലായിരുന്നു രോഗം. രോഗാണുബാധ മൂലം മരണത്തെ മുഖാമുഖം കണ്ട നാൾ. പനിയുടെ മൂർധന്യ അവസ്ഥയിൽ പാപ്പ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട്, അമ്മേ, എനിക്കെന്താണ് സംഭവിക്കുന്നതെന്ന് പറയൂ. മറുപടി പറയാനാവാതെ നിസ്സഹായായ അമ്മ നിറകണ്ണുകളോടെ മകനെ നെഞ്ചോട് ചേർത്തു. ഡോക്ടേഴ്സിന് പോലും കൃത്യമായ മറുപടി ഇല്ലായിരുന്നു. അതിനകം വൈകാതെ രോഗം ന്യൂമോണിയ ആണെന്ന് കണ്ടുപിടിച്ചു. ശ്വാസകോശത്തിൽ 3 മുഴകൾ. അതിനാൽ വലതുവശത്തെ ശ്വാസകോശത്തിൻ്റെ മുകൾ ഭാഗം ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. പാപ്പ വേദനയാൽ പുളഞ്ഞ ദിവസങ്ങളായിരുന്നു അവ. കാരണം ശ്വാസകോശത്തിലെ കെട്ടിക്കിടന്നിരുന്ന ദ്രാവകം വലിച്ചെടുക്കുന്ന അന്നത്തെ രീതി ഏറെ അസഹനീയമായിരുന്നു. രോഗത്തിൻ്റെയും വേദനയുടെയും നാളുകളിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും പാപ്പയെ സന്ദർശിച്ചു. ഒരു ദിവസം പാപ്പയ്ക്ക് ഒരു സവിശേഷ സന്ദർശിക ലഭിച്ചു. ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുക്കിയ സിസ്റ്റർ ഡൊളോറോസ് രോഗശയ്യയിൽ സിസ്റ്റർ പ്രാർത്ഥനാപൂർവ്വം നിന്നു. വേദന കൊടുമ്പിരി കൊണ്ട നേരം ശാന്തമായ സ്വരത്തിൽ സിസ്റ്റർ പറഞ്ഞു, ഈശോയെ അനുകരിക്കുക. ഞാൻ എൻ്റെ വേദനകളെ അപ്പോൾ മുതൽ പുതിയതൊരു കാഴ്ചപ്പാടിൽ കാണാൻ തുടങ്ങി. വേദനയെ കുറഞ്ഞില്ലെങ്കിലും അതിനെ സ്വീകരിക്കുന്ന രീതി പുണ്യമായി മാറ്റാമെന്ന് മനസ്സിലായി. ചുരുക്കത്തിൽ എൻ്റെ വേദനകളുടെ കുരിശിൽ ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ കുരിശിൻ്റെ മറുവശത്ത് ഈശോ ഉണ്ടെന്ന് സാരം. വേദനയുടെ മുള്ളൊടിഞ്ഞു പോകുന്നത് അതിൽ സ്നേഹം കലർത്തുമ്പോഴാണ്. അങ്ങനെ സഹനത്തോട് സ്നേഹം ചേർക്കുമ്പോഴാണ് രക്ഷ രൂപപ്പെടുന്നത്. രോഗം സമ്മാനിച്ച സഹനങ്ങളിലൂടെ ഫ്രാൻസിസ് പാപ്പയുടെ ദൈവവിളി പാകപ്പെടുകയായിരുന്നു. അവസാനം പാപ്പ ഈശോ സഭയിൽ ചേരാൻ തീരുമാനിച്ചു. ഈശോ സഭ മിഷൻ പ്രവർത്തനത്തിന് കൊടുത്ത ഊന്നലാണ് എന്നെ ആ സഭയിലേക്ക് ആകർഷിച്ചതെന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നു. അപ്പൻ പാപ്പയുടെ തീരുമാനം സന്തോഷത്തോടെ സ്വീകരിച്ചു, പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ അമ്മയ്ക്കത് ഉൾക്കൊള്ളാനായില്ല. ടെക്നിക്കൽ സ്കൂളിലെ പഠനം പൂർത്തിയായപ്പോൾ അമ്മ, ഇനി എന്താണ് പ്ലാൻ എന്ന് പാപ്പ പറഞ്ഞു. മെഡിസിൻ പഠിക്കാൻ പോകുന്നു എന്ന്. അമ്മയ്ക്ക് സന്തോഷമായി. മകന് പഠിക്കാനായി ടെറസിനു താഴെയുള്ള ഒറ്റമുറി ഒരുക്കി കൊടുത്തു. ഒരു ദിവസം മുറി വൃത്തിയാക്കാൻ ചെന്ന അമ്മ കണ്ടത് മുറി നിറയെ ആത്മീയ ഗ്രന്ഥങ്ങളും മാസികകളുമായിരുന്നു. അമ്മ ഉടനടി മടങ്ങി വന്ന മകനെ ചോദ്യം ചെയ്തു, എന്തിനാണ് എന്നോട് നുണ പറഞ്ഞത് എന്ന്. അമ്മേ, ഞാൻ നുണയല്ല പറഞ്ഞത്. ആത്മാവിൻ്റെ ഡോക്ടറാകാൻ പഠിക്കുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ അമ്മയ്ക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. സെമിനാരിയിൽ കൊണ്ടുചെന്നാക്കാൻ അമ്മ കൂടെ പോയില്ല. പിണക്കമൊന്നുമില്ല. മകൻ്റെ തീരുമാനം ഉൾക്കൊള്ളാനാവാത്ത അവസ്ഥ. വർഷങ്ങളോളം മകനെ കാണാൻ സെമിനാരിയിൽ പോയില്ല. അവസാനം നൊവിഷ്യറ്റിൽ വെച്ചാണ് മകനെ ചെന്ന് കാണുന്നത്. തിരുപ്പട്ട സ്വീകരണ ദിവസം തിരുക്കർമ്മങ്ങൾക്ക് ശേഷം അമ്മ മകൻ്റെ മുൻപിൽ മുട്ടുകുത്തി, ആദ്യ ആശീർവാദത്തിനായി. അപ്പോൾ അമ്മയുടെയും മകൻ്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ കാത്തിരുന്ന ഹൃദയത്തിന് ദൈവം നൽകുന്ന ക്ഷണമാണ് ദൈവവിളി. യേശു മത്തായിയെ വിളിക്കുന്ന രംഗം എന്നെ ഏറെ ആകർഷിച്ചിട്ടുണ്ട്. യേശു അവന് കാരുണ്യം കൊടുത്ത് അവനെ സ്വന്തമാക്കുകയായിരുന്നു, അവനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അതുതന്നെയാണ് എൻ്റെ കാര്യത്തിലും നടന്നത്. സെപ്റ്റംബർ 28, 1969 ഡിസംബർ 31 ഫ്രാൻസിസ് പാപ്പയുടെ വൈദിക പട്ടം. അന്ന് അർജന്റീനയിലെ വത്തിക്കാൻ്റെ അംബാസഡർ ആർച്ച് ബിഷപ്പ് കലാബ്രസി ആയിരുന്നു. അദ്ദേഹവുമായി ഫ്രാൻസിസ് പാപ്പയ്ക്ക് അടുത്ത ബന്ധമായിരുന്നു. പല കാര്യങ്ങളിലും ആലോചിക്കാറുണ്ടായിരുന്നു, നേരിട്ട് അല്ലെങ്കിൽ ഫോണിലൂടെ. ഇത്തവണ കാലാബ്രസി ഫ്രാൻസിസ് പാപ്പയോട് നേരിട്ട് വരാൻ പറഞ്ഞു. ബുവനോസ് ഐറീസിലായിരുന്നു രണ്ടുപേരും സംഭാഷണം നടത്തിയത്. തിരികെ പോകാനായി തുടങ്ങുമ്പോൾ താങ്കൾ ബുവനോസ് ഐറീസിൻ്റെ സഹായ മെത്രാനായിട്ടും കർദിനാളായും ഫ്രാൻസിസ് പാപ്പയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിയമനം മെയ് 13 അറിയിക്കും. ഫാദർ ഫ്രാൻസിസ് പാപ്പ സ്തംഭിച്ചു നിന്നു. അന്തോണിയോ കൊറച്ചിനെ ആയിരുന്നു അന്ന് ബുവനോസ് ഐറീസിൻ്റെ മെത്രാപ്പോലീത്തയും കർദിനാളും. അദ്ദേഹത്തിൻ്റെ സഹായ മെത്രാനായിട്ടാണ് ഫാദർ
ബെർഗോളിയോ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമനം. കർദിനാൾ കോറച്ചിനോ രോഗിയായി കഴിയുന്ന കാലം അദ്ദേഹം റോമിലേക്ക് ഒരു പിന്തുടർച്ച അവകാശമുള്ള ഒരു സഹായ മെത്രാനെ നിയമിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. 1997 മെയ് മാസം 27-ാം തീയതി നൂൻഷോ കാലാബ്രസി എന്നെ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചു. ആഘോഷമായ ഭക്ഷണത്തിന് ശേഷം നന്ദി പറഞ്ഞു പോകാൻ എഴുന്നേറ്റു. അപ്പോഴത്തെ സഹപ്രവർത്തകർ കേക്കുമായി വന്നത് ഞാൻ കരുതി ഇന്ന് ജന്മദിനമായിരിക്കുമെന്ന്. ആശംസ പറയാൻ ഞാൻ എഴുന്നേറ്റു. എൻ്റെ ജന്മദിനമൊന്നുമല്ല, സന്തോഷ വാർത്ത. ഇനി മുതൽ ബുവനോസ് ഐറസിൻ്റെ പിന്തുടർച്ചാ മെത്രാൻ അങ്ങാണ്. നാടകീയ രംഗങ്ങൾ കണ്ട് ഫാദർ ബെർഗോളിയോ ഫ്രാൻസിസ് മാർപ്പാപ്പ അത്ഭുതപ്പെട്ടു. 6 മാസം കഴിഞ്ഞ് കർദിനാൾ കോറച്ചിനോ മരിച്ചു. ഫാദർ ബെർഗോളിയോ ഫ്രാൻസിസ് ബുവനോസിൻ്റെ മെത്രാനായി 1998 ഫെബ്രുവരി 28 നിയമനം. കരുണയും ലാളിത്യവും ബെർഗോളിയോ മെത്രാന്റെ പ്രത്യേകതയായിരുന്നു. രൂപതയിലെ ഏത് വൈദികനും നേരിട്ട് വിളിക്കാമായിരുന്നു. അതിഥികൾ വന്ന് വാതിൽ തുറന്നാൽ വാതിൽ കൊടുക്കുന്നത് ബിഷപ്പ് ബെർഗോളിയോ. ആശ്ചര്യപ്പെടുന്ന അതിഥികളോട് നർമ്മത്തിൽ വാതിലുകൾ തുറക്കുകയല്ലാതെ മറ്റെന്താണ് ഒരു മെത്രാൻ ചെയ്യേണ്ടത്? ഇടവക സന്ദർശനം, വികാരിയച്ഛൻ്റെ കൂടെ താമസം, ഭവന സന്ദർശനം. അച്ഛന്മാർ രോഗികളായാൽ രോഗശയ്യയ്ക്കടുത്ത് ബെർഗോളിയോ പിതാവുണ്ടാകും. മണിക്കൂറുകൾ അവിടെ ചിലവഴിക്കും. ചേരി സന്ദർശനം, കുടിലുകളിൽ കുർബാന. 2001 ജോൺ പോൾ പാപ്പയാണ് ബെർഗോളിയോ മെത്രാനെ കർദിനാളാക്കിയത്. കർദിനാളിൻ്റെ ചുവന്ന വസ്ത്രം തയ്പ്പിക്കുന്നില്ലേ എന്ന് പലരും ചോദിച്ചു. അവസാനം രഹസ്യം പുറത്തായി. മരണമടഞ്ഞ കർദിനാൾ കോറച്ചിനയുടെ പഴയ ഉടുപ്പെടുത്ത് തയ്യൽക്കാരൻ്റെ കയ്യിൽ കൊടുത്ത് അളവനുസരിച്ച് റെഡിയാക്കി. ബെർഗോളിയോയുടെ അമ്മ റെജീനയുടെ സൂത്രപ്പണി പപ്പയുടെ പാൻറ്റും ഷർട്ടും കുട്ടിയുടുപ്പുകളാക്കുന്ന രീതി മറന്നില്ല. കർദിനാൾ സ്ഥാനച്ചടങ്ങിൽ സംബന്ധിക്കാൻ നാട്ടിൽ നിന്ന് പലരും ഒരുങ്ങി. പക്ഷേ അവരെ പിന്തിരിപ്പിച്ചു. യാത്രയ്ക്ക് വരുന്ന പണം പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ നിർദ്ദേശിച്ചു. കർദിനാൾ ബെർഗോളിയോ കോൺകുളോവിനായി റോമിലേക്ക് പോവാൻ വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിക്കാണ് കൂടെയുണ്ടായിരുന്ന അച്ഛൻ ശ്രദ്ധിച്ചത്. ബെർഗോളിയോ കർദിനാളിൻ്റെ ഷൂസ് പഴകി നിറം മങ്ങിയതാണ്. അച്ഛൻ കാര്യം ബോധിപ്പിച്ചു. സാരമില്ല, അതൊക്കെ മതി എന്ന് മറുപടി എലേന പറഞ്ഞു തുടങ്ങി. വെളുത്ത പുക കാണുന്നത് അയൽക്കാരനാണ് പറഞ്ഞത്. ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷം പുതിയ പാപ്പയെ കണ്ണീരിൻ്റെ മുറിയിലോട്ട് കൊണ്ടുപോകുമെന്ന്. എന്നാൽ എൻ്റെ ചേട്ടൻ ബെർഗോളിയോയ്ക്ക് മാർപ്പാപ്പയാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി കണ്ണീരിൻ്റെ മുറി ആവശ്യമാകുമെന്ന്. വർത്തിക്കാൻ ബാൽക്കണിയിലേക്ക് കയറി വന്നത് ബെർഗോളിയോ എൻ്റെ പഴയ ചേട്ടൻ തന്നെയായിരുന്നു. അതേ ചിരി, അതേ സംസാരം. പുതിയ ചുമതലകളുമായി ചേട്ടൻ നന്നായി ഇണങ്ങിച്ചേർന്നുവെന്ന്, പരിശുദ്ധാത്മാവ് ചേട്ടൻ പ്രവർത്തിക്കുന്നു എന്ന്. ബെർഗോളിയോ ശാന്തനും സന്തോഷവാനുമായിരുന്നു. കർദിനാൾ ബെർഗോളിയോ ആളാകെ മാറി. കൃത്യമായ പെരുമാറ്റം, സന്തോഷം പകരുന്ന ഇടപെടലുകൾ. ദൈവം കർദിനാൾ ബെർഗോളിയോയെ അഭിഷേകം കൊണ്ട് നിറച്ചിരിക്കുന്നു. 2013 മാർച്ച് 13 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ സന്ധ്യാസമയം. ആ മുറ്റം നിറയെ ആളുകൾ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവർ. സമയം വൈകുന്നേരം 8 മണി. ചിന്നിച്ചിതറിയ മഴ. പെട്ടെന്ന് ചിമ്മിനിയിൽ നിന്ന് പുകച്ചുരുൾ. കറുപ്പ്, പിന്നെ നേർത്ത് ചാര നിറമായി, പിന്നീടത് വെളുപ്പ് നിറമായി. സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ നിറയെ കയ്യടി. സെന്റ് പീറ്റേഴ്സിലെ പള്ളിമണികൾ ശബ്ദിച്ചു. സാവധാനം അടുത്ത പള്ളികളിലേക്കും റോമാ നഗരം മുഴുവൻ പള്ളിമണികളാൽ മുഖരിതമായി. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി. എല്ലാവരുടെയും പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ഫ്രഞ്ച് കർദിനാൾ ടൂറാൻ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ടു. വലിയ സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുന്നു. നമുക്കൊരു പാപ്പ ഉണ്ടായിരിക്കുന്നു, കർദിനാൾ ബെർഗോളിയോ. പെട്ടെന്ന് ജനക്കൂട്ടമാകെ സ്തംഭിച്ചു. എവിടെയോ ഒരാൾ കൈയടിച്ചു. പിന്നെ കത്തിപ്പടർന്ന് ആരവമായി. പുതിയ പാപ്പയുടെ പേര് ഫ്രാൻസിസ്കും, അസീസിയിലെ ദരിദ്ര ഭിക്ഷു. സമയം 8:10. എല്ലാ കണ്ണുകളും ബാൽക്കണിയിലേക്ക്. ശുഭവസ്ത്രധാരിയായി ഫ്രാൻസിസ് പാപ്പ പ്രത്യക്ഷപ്പെട്ടു. ആകപ്പാടെ ശബ്ദമുഖരിതം. ഫ്രാൻസിസ് പാപ്പ നിശബ്ദനായിരുന്നു. ചെറുപുഞ്ചിരിയോടെ വലതു കൈ ഉയർത്തി എല്ലാവരെയും അഭിവാദ്യം ചെയ്തു. മാർപ്പാപ്പ അല്പം മുന്നോട്ട് വന്ന് നീങ്ങി ജനത്തിന് മുമ്പിൽ തലകുനിച്ചു. ജനത്തിൻ്റെ ആശീർവാദത്തിനും പ്രാർത്ഥനയ്ക്കുമായി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ജനത്തിന് മുൻപിൽ തലകുനിക്കുന്നത്.
പെട്ടെന്ന് 1.5 ലക്ഷം വരുന്ന വത്തിക്കാൻ സ്ക്വയറിലെ ജനം നിശബ്ദരായി, കൈകൂപ്പി കണ്ണടച്ചു. അവർ മാത്രമല്ല, ടെലിവിഷന് മുമ്പിലിരുന്ന ജനകോടികളും. പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ കഴിഞ്ഞു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. വീണ്ടും വീണ്ടും മാർപ്പാപ്പയെ നോക്കി നിൽക്കുന്നു. മാർപ്പാപ്പയും ജനങ്ങൾക്കും തമ്മിൽ പിരിയാൻ കഴിയാത്ത വിധം സ്നേഹം കിനിഞ്ഞൊഴുകുന്ന നിമിഷങ്ങൾ. പുതിയ മാർപ്പാപ്പ ഫ്രാൻസിസ് വത്തിക്കാൻ വിട്ട് താമസ സ്ഥലമായ സാന്റാ മാർത്തയിലേക്ക് പോകാൻ ഇറങ്ങി. വത്തിക്കാൻ്റെ 1-ാം നമ്പർ ആഡംബരക്കാർ മുന്നിൽ. തനിക്കത് വേണ്ട, ഞാൻ കർദിനാൾമാരുടെ കൂടെ ബസ്സിൽ പോയിക്കോളാം. ആദ്യ യാത്രയിൽ തന്നെ കർദിനാൾമാർ സന്തോഷത്താൽ നിറഞ്ഞു. അത്താഴത്തിനു ശേഷം മുൻഗാമി ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയെ വിളിച്ച് സംസാരിക്കാനും അടുത്ത ദിവസം സന്ദർശിച്ച് ആശയങ്ങൾ കൈമാറാനും ഫ്രാൻസിസ് മാർപ്പാപ്പ മറന്നില്ല.